Hello my dear students, എല്ലാവർക്കും സുഖല്ലേ മക്കളെ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് SSLC Geography Chapter 3, അതായത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിലെ പാർട്ട് 3. ഓക്കെ, മൂന്നാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ കവർ ചെയ്യണത് എന്നുള്ളത് നോക്കാം. ദ പ്രോജക്ട്സ് ഇംപ്ലിമെന്റഡ് ഇൻ ഇന്ത്യ ടു ഡെവലപ്പ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽസ്, then what is health, how healthy person can participate in the progress of a country, what are the facilities to be ensured for healthcare, government institutions that work at different levels in the medical sector, national rural health mission, national urban health mission, life expectancy, advantages in developing human resource. അപ്പോൾ ഇത്രയും ടോപ്പിക്കാണ് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ടോപ്പിക്കുകളുടെ എണ്ണം കാണുമ്പോൾ കുറച്ച് ലെങ്തി ആണെന്നൊക്കെ തോന്നും, പക്ഷേ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്, വളരെയധികം ഷോർട്ട് ആയിട്ടുള്ളത്. ഇതിൽ തന്നെ കുറച്ച് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് പ്രോജക്ട്സ്, ഈ പറയുന്ന ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സ്കില്ലും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന പ്രോജക്ട്സ് ഏതൊക്കെയാണ്. അതേപോലെ തന്നെ ഈ പറയുന്ന നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനും നാഷണൽ അർബൻ ഹെൽത്ത് മിഷനും. അതേപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് എങ്ങനെയാണ് ഒരു ഹെൽത്തി പേഴ്സൺ ഈ പറയുന്ന ഒരു രാജ്യത്തിൻ്റെ പ്രോഗ്രസ്സിന് വേണ്ടി സഹായിക്കാം. അപ്പോൾ ഈ ഒരു 3-4 ഏരിയാസ് ആണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെയുള്ള ഏരിയാസ് ഒക്കെ നമുക്ക് 1 മാർക്കിനും മറ്റുമൊക്കെയാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിൻ്റെ മറ്റ് പാർട്ടുകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പാർട്ട് 1ഉം പാർട്ട് 2ഉം ഒക്കെ. അപ്പോൾ ഇത് ഇന്നത്തെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് ഈ ഒരു ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ടും കൂടിയാണ്. അപ്പോൾ ഈ ഒരു 3 പാർട്ടിൻ്റെ സമയം കൊണ്ട് തന്നെ ഈ ഒരു 3 എന്താ പറയുക, ഈ ഒരു ജോഗ്രഫിയിലെ 3-ാമത്തെ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ആ 2 പാർട്ടും കൂടി എടുത്ത് കാണുക, ഒപ്പം കാണുന്നതോടൊപ്പം തന്നെ അത് പഠിച്ചും കൂടി മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് which are the projects implemented in India to develop education and skills. എഡ്യൂക്കേഷനും സ്കിൽസും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇന്ത്യയിലെ ഏതൊക്കെ പ്രോജക്ട്സ് ആണ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം, ICDS എന്ന് പറയുന്ന സ്കീം. അപ്പോൾ എന്താണ് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം? ടു എൻഷുർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ അപ് ടു 6 years. ഇവിടെ നമ്മൾ ആലോചിക്കണം, 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻഷുർ ചെയ്യാം. ദെൻ രണ്ടാമത്തെ പോയിന്റിൽ എന്താ പറയുന്നത്? ടു പ്രൊവൈഡ് ഹെൽത്ത് കെയർ ഫോർ പ്രഗ്നന്റ് ആൻഡ് ലാക്ടേറ്റിംഗ് വുമൺ. അതായത് ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഗർഭസ്ഥ ശിശു മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സമഗ്ര വികസനമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന ICDS, ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം. അപ്പോൾ അവിടെ ആ 2 പോയിന്റ് തന്നെ നോക്കിക്കേ. ടു എൻഷുർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ അപ് ടു 6 years, അതേപോലെ തന്നെ ടു പ്രൊവൈഡ് ഹെൽത്ത് കെയർ ഫോർ പ്രഗ്നന്റ് ആൻഡ് ലാക്ടേറ്റിംഗ് വുമൺ. ഇനി നമ്മുടെ രണ്ടാമത്തെ പ്രോജക്റ്റിലേക്ക് പോവാം. സമഗ്ര ശിക്ഷ അഭിയാൻ, SSA. Okay, it was formed by integrating institutes like സർവ ശിക്ഷ അഭിയാൻ, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ. അതായത് സർവ ശിക്ഷ അഭിയാൻ എന്ന് പറയുന്ന SSA, അതേപോലെ രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ അതായത് RMSAയും കൂടെ ചേർന്നിട്ടാണ് സമഗ്ര ശിക്ഷ അഭിയാൻ ഫോം ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൽ എന്തൊക്കെ പോയിന്റ്സ് ആണ് നമുക്ക് പഠിക്കേണ്ടത് നോക്കാം. ടു എൻഷുർ യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ ടു ഓൾ അപ് ടു ഹയർ സെക്കൻഡറി ലെവൽ. ഹയർ സെക്കൻഡറി ലെവൽ വരെ യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഡ്യൂട്ടി. ടു എൻഷുർ ക്വാളിറ്റി ആൻഡ് ഇക്വിറ്റി. നല്ല ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക, അതേപോലെ തന്നെ തുല്യതയും ഉറപ്പുവരുത്തുക. ടു പ്രൊമോട്ട് ദി വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുക. അതേപോലെ തന്നെ ടു സ്ട്രെങ്തൻ ദ ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ലൈക്ക് SCRT ഓർ DIET, ഡയറ്റ് SCRT പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്, അതെല്ലാം ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്, അതെല്ലാം സ്ട്രെങ്തൻ ചെയ്യുക. അപ്പോൾ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുക, ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ട്രെങ്തൻ ചെയ്യുക, ക്വാളിറ്റി ആൻഡ് ഇക്വിറ്റി എൻഷുർ ചെയ്യുക. ദെൻ യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ ഹയർ സെക്കൻഡറി ലെവൽ വരെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ എൻഷുർ ചെയ്യുക. ഇത്രയുമാണ് നമ്മുടെ സമഗ്ര ശിക്ഷ അഭിയാനിൽ ഉൾപ്പെടുന്ന ഒബ്ജക്റ്റീവ്സ്. ഇനി നമുക്ക് മറ്റ് 2 പ്രൊജക്റ്റുകളെന്നും കൂടി നോക്കാം. രാഷ്ട്രീയ ഉച്ചതൽ ശിക്ഷ അഭിയാൻ, RUSA. എന്താണ് RUSA? ടു ഇൻക്രീസ് ദ ആക്സസ് ടു ഹയർ എഡ്യൂക്കേഷൻ. ഹയർ എഡ്യൂക്കേഷൻ എല്ലാവർക്കും ആക്സസിബിൾ ആക്കുക.
അതേപോലെ തന്നെ ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. എല്ലാവർക്കും ആക്സസ് കിട്ടിയാൽ മാത്രം പോരാ, അതിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുകയും കൂടെ ചെയ്യാം. അതാണ് രാഷ്ട്രീയ നല്ല ഉയർന്ന വിദ്യാഭ്യാസം, അതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ നാലാമത്തത് നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് മോണിറ്ററി റിവാർഡ് സ്കീം. ഓക്കെ, അപ്പൊ അതിലെന്താ പറയുന്നത്? ടു ഇംപ്രൂവ് ദ വർക്കിംഗ് സ്കിൽസ് ഓഫ് ദ യൂത്ത്. അപ്പൊ വർക്ക് ചെയ്യുന്ന യൂത്ത് ആയിട്ടുള്ള ആളുകളുടെ, അതായത് നമ്മുടെ വർക്കിംഗ് പാർട്ടില്ലേ, അവരുടെ വർക്കിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുക. അതേപോലെ തന്നെ ടു എൻഷുർ അവൈലബിലിറ്റി ഓഫ് പീപ്പിൾ വിത്ത് എംപ്ലോയബിൾ സ്കിൽസ്. ഓക്കെ, അപ്പൊ ജനങ്ങളുണ്ട് എന്നുള്ളത് മാത്രമല്ല, അത് എംപ്ലോയബിൾ സ്കിൽസോട് കൂടി അവരെ അവൈലബിൾ ആക്കി നിർത്താം. അപ്പൊ ഇതാണ് 4 പ്രൊജക്ട് ഇംപ്ലിമെന്റഡ് ഇൻ ഇന്ത്യ ടു ഡെവലപ്പ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽസ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ എല്ലാവരും ഇത് പഠിച്ചോളണം കേട്ടോ. ഇനി നമ്മുടെ അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റേറ്റീവ് ഫാക്ടർ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആണ് ഹെൽത്ത്. അപ്പൊ ഹെൽത്ത് നോക്കാം. എന്താണ് ഈ ഹെൽത്തിന് നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO കൊടുത്ത ഡെഫിനിഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. അപ്പൊ എന്താണ് ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കലി ഓക്കെ ആവുക എന്ന് മാത്രമല്ല, മെന്റലി ഓക്കെ ആവുക എന്ന് മാത്രമല്ല, സോഷ്യലിയും കൂടി നമ്മൾ എന്തായിരിക്കണം? ഓക്കെ ആയിരിക്കണം. So health is a state of physical, mental and social well-being. Along with the physical conditions, importance is given to mental and social conditions as well. Okay, അപ്പോൾ ഫിസിക്കലിനോടൊപ്പം തന്നെ മെന്റലിനും സോഷ്യൽ കണ്ടീഷൻസിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. It is the government's responsibility to ensure health care for all. എല്ലാവർക്കും ഹെൽത്ത് കെയർ ഉറപ്പുവരുത്തുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ഒരു ഉത്തരവാദിത്തം കൂടിയാണ്. So only then can each individual work for the economic development of a country. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു രാജ്യത്തിന്റെ ഇക്കണോമിക് ഡെവലപ്മെന്റിന് ഓരോ ഇൻഡിവിജ്വലിനും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ എന്താണ് ഹെൽത്ത് എന്ന് കിട്ടി. ഇനി എക്സ്പ്ലെയിൻ ഹൗ ഹെൽത്തി പേഴ്സൺസ് ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പ്രോഗ്രസ് ഓഫ് എ കൺട്രി. എങ്ങനെയാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ആള് ഒരു രാജ്യത്തിന്റെ പ്രോഗ്രസ്സിന് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. സോ പ്രൊഡക്ഷൻ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ എഫിഷ്യൻസി ആൻഡ് ദ നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ്. നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് നാള് ഒരു മുടക്കം കൂടാതെ നമുക്ക് ജോലിക്ക് പോകാൻ സാധിക്കും. അപ്പൊ അതോടുകൂടി എന്തായി? നമ്മുടെ എഫിഷ്യൻസി കൂടി, അതോടുകൂടി നമ്മുടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ദെൻ നാച്ചുറൽ റിസോഴ്സസ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് പ്രോപ്പർലി. അപ്പൊ നാച്ചുറൽ റിസോഴ്സസ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഹെൽത്തി ആയിരിക്കണം അല്ലേ? അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ പറയുന്ന റിസോഴ്സസ് എല്ലാം യൂട്ടിലൈസ് ചെയ്ത് പ്രൊഡക്ഷനും മറ്റൊക്കെ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ദെൻ മെഡിക്കൽ എക്സ്പെൻസ് ക്യാൻ ബി റിഡ്യൂസ്ഡ്. ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് മെഡിക്കൽ എക്സ്പെൻസ് വരുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അത് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. thereby reducing government's expenditure. അപ്പൊ മെഡിക്കൽ എക്സ്പെൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ, ഗവൺമെന്റിന്റെ ചെലവും കുറയ്ക്കാൻ സാധിക്കും. സോ എക്കണോമിക് ഡെവലപ്മെന്റ് ഈസ് പോസിബിൾ ത്രൂ ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ കൂടും, അങ്ങനെ എക്കണോമിക് ഡെവലപ്മെന്റും അതിലൂടെ പോസിബിൾ ആവും. അപ്പൊ എങ്ങനെയാണ് ഒരു ഹെൽത്തി പേഴ്സൺ ഒരു രാജ്യത്തിന്റെ പ്രോഗ്രസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിച്ചു. അപ്പൊ 4 പോയിന്റ്സ് ആണ്, 4 പോയിന്റും പഠിച്ചോളാം. ഇനി നമ്മൾ നോക്കുന്നത് വാട്ട് ആർ ദ ഫെസിലിറ്റീസ് ടു ബി എൻഷുർഡ് ഫോർ ഹെൽത്ത് കെയർ. ഒരു ഹെൽത്ത് കെയർ കിട്ടണമെങ്കിൽ എന്തൊക്കെ വേണം നമുക്ക്? സോ അവൈലബിലിറ്റി ഓഫ് ന്യൂട്രീഷ്യസ് ഫുഡ്. ചുമ്മാ ഫുഡ് കിട്ടിയ പോലെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്. ദെൻ അവൈലബിലിറ്റി ഓഫ് ക്ലീൻ വാട്ടർ, നല്ല ശുദ്ധമായ വെള്ളം. ദെൻ പ്രിവെന്റീവ് മെഷേഴ്സ്, എന്തെങ്കിലും അസുഖം വരികയാണെങ്കിൽ അതിനെ തടയാനുള്ള സംവിധാനങ്ങൾ. അതേപോലെ തന്നെ ക്ലീൻലിനെസ്, നല്ല വൃത്തിയുള്ള ഒരു ചുറ്റുപാട്. മെഡിക്കൽ ഫെസിലിറ്റീസ്, എൻഷുറിംഗ് ഓഫ് ലിഷർ ആൻഡ് എന്റർടൈൻമെന്റ്. വിശ്രമവും വിനോദവും നമുക്ക് ഒരുപോലെ ഉറപ്പ് വേണം. ഓക്കെ, ദെൻ ഹെൽത്തി ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഹെൽത്ത് കെയറിന് നല്ല സൂപ്പറാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്? നമുക്ക് നമ്മുടെ ഹെൽത്തി ആയിട്ട് ഓരോ ആളുകളും നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാവും. ഓക്കെ, ഇനി ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വർക്ക് അറ്റ് ഡിഫറെന്റ് ലെവൽസ് ഇൻ ദ മെഡിക്കൽ സെക്ടർ. മെഡിക്കൽ സെക്ടറിൽ ഡിഫറെന്റ് ലെവൽസിലുള്ള ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണ്? നമുക്ക് തന്നെ അറിയാം അല്ലെ? മെഡിക്കൽ കോളേജ് ഉണ്ട്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് ഉണ്ട്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഉണ്ട്, പ്രൈമറി ഹെൽത്ത് സെന്റർ ഉണ്ട്, ഹെൽത്ത് സബ് സെന്റേഴ്സ് ഉണ്ട്. ഇതൊക്കെയാണ് ഗവൺമെന്റ് ലെവലിൽ ഈ പറയുന്ന മെഡിക്കൽ സെക്ടറിലുള്ള കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇനി ഇത് കൂടാതെ മെഡിക്കൽ സെക്ടറിലുള്ള മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണ്? ദർ ആർ വേരിയസ് ഹോസ്പിറ്റൽസ് ഇൻ ദ കോപ്പറേറ്റീവ് ആൻഡ് പ്രൈവറ്റ് സെക്ടർ. ഗവൺമെന്റ് സെക്ടറിൽ മാത്രമല്ല, കോപ്പറേറ്റീവ് ആൻഡ് പ്രൈവറ്റ് സെക്ടറിലും എന്തുണ്ട്? ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അതും മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഓപ്പറേറ്റ് ടു മേക്ക് അവൈലബിലിറ്റി മോഡേൺ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നൊക്കെ പറയില്ലേ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ there are several institutions which provide different systems of medicines like Ayurveda, Yoga, Naturopathy, Unani, Siddha, Homeopathy. അലോപ്പതി മാത്രമല്ല, ആയുർവേദം, യോഗയും ഹോമിയോപ്പതിയും സിദ്ധയും അങ്ങനെ ഒരുപാട് എന്തുണ്ട്? ഡിഫറെന്റ് സിസ്റ്റംസ് ഓഫ് മെഡിസിൻ പ്രൊവൈഡ് ചെയ്യുന്ന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. ഓക്കെ, ഇനി ഇതിൽ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ, അതായത് NRHM.
അതേപോലെ തന്നെ നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ, ഓക്കെ, NUHM. നമുക്ക് നോക്കാം. നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ. റൂറൽ എന്ന് കേട്ടാൽ തന്നെ നമ്മൾ ആലോചിക്കണം എന്താണ്, ഇത് വില്ലേജ് ഏരിയയിലാണ്. സോ ഫംഗ്ഷൻ ടു മേക്ക് അവൈലബിൾ ക്വാളിറ്റി ഹെൽത്ത് സർവീസസ് ടു ഓൾ ഇൻ ദ റൂറൽ സെക്ടർ. റൂറൽ സെക്ടറിലുള്ളവർക്ക് ക്വാളിറ്റി ആയിട്ടുള്ള ഹെൽത്ത് സർവീസ് അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഡ്യൂട്ടി. സോ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഓപ്പറേറ്റ് ടു മേക്ക് അവൈലബിൾ മോഡേൺ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ്. അപ്പോൾ മോഡേൺ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസും ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നാഷണൽ അർബൻ ഹെൽത്ത് മിഷന്റെ ഡ്യൂട്ടി എന്താ? ഇറ്റ് പ്രൊവൈഡ്സ് ഇംപ്രൂവ്ഡ് ഹെൽത്ത് സർവീസസ് ടു ദ റെസിഡൻസ് ഓഫ് അർബൻ സ്ലംസ്. ഓക്കെ, അപ്പോൾ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആർക്കാണ്? റെസിഡൻസ് ഓഫ് ദ അർബൻ സ്ലം, അർബൻ ഏരിയയിൽ താമസിക്കുന്ന വീടുകൾക്കും മറ്റുമൊക്കെ. അതിനകത്ത് മാർജിനലൈസ്ഡ് പീപ്പിൾ, അതായത് സ്ലം ഏരിയ, ചേരി പ്രദേശങ്ങളിലുള്ളവർക്ക് മാത്രമല്ല മറ്റ് മാർജിനലൈസ്ഡ് പീപ്പിൾ, അതായത് സമൂഹത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ജനങ്ങൾക്ക് പോലും ടൗൺസിലും മറ്റുമൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ഹെൽത്ത് കെയർ സർവീസസ്. വിത്ത് പോപ്പുലേഷൻ ഓഫ് മോർ ദാൻ 50,000, 50,000-ലധികം വരുന്ന പോപ്പുലേഷനിലുള്ള സിറ്റിയിലും ടൗണിലും ഒക്കെയാണ് ഇത്തരത്തിലുള്ള നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ ഉള്ളത്. അപ്പൊ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനും നാഷണൽ അർബൻ ഹെൽത്ത് മിഷനും ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കണം. ഇനി നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ ഒരു ലാസ്റ്റ് ഏരിയ ആണ് ലൈഫ് എക്സ്പെക്ടൻസി. ലൈഫ് എക്സ്പെക്ട് ചെയ്യുന്നത് എത്ര വരെയാണ്? ആയുർദൈർഘ്യം. അത് പേരിൽ തന്നെയുണ്ട്. ലൈഫ് എക്സ്പെക്ടൻസി ഈസ് എക്സ്പെക്റ്റഡ് ആവറേജ് ഇയേഴ്സ് ഓഫ് ലൈഫ് ഓഫ് എ പേഴ്സൺ ലീവ്സ്. ഒരു പേഴ്സൺ, ഒരാള് എത്ര വയസ്സ് വരെ ജീവനോടുകൂടി ഉണ്ടാവും? Expected average years of life of a person lives. Okay, life expectancy of India according to census 2011 എന്ന് പറയുന്നത് എന്താണ്? ഫീമെയിലിന് 67.7. ഓക്കെ, 67 വയസ്സും 7 മാസം വരെയൊക്കെ ജീവനോടുകൂടി ഉണ്ടാവും. ഇതൊരു ആവറേജ് ആണ് കേട്ടോ. മെയിലിന്റെ 64.6 ആണ്. ഇനി അതേപോലെ തന്നെ ടോട്ടൽ 66.1 ആണ് നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി ഓഫ് ഇന്ത്യ അക്കോർഡിംഗ് ടു സെൻസസ് 2011. ഓക്കെ, അപ്പൊ ക്ലിയർ അല്ലേ? അപ്പൊ ഇനി ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്പ് ചെയ്തത് കൊണ്ട് എന്തൊക്കെയാണ് ഇതിന്റെ ഗുണങ്ങൾ? അപ്പൊ ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ കഴിയാണ്. എന്താണ്? പ്രൊഡക്ടിവിറ്റി ഓഫ് ദ വർക്കേഴ്സ് ഇൻക്രീസ്. വർക്കേഴ്സിന്റെ പ്രൊഡക്ടിവിറ്റി കൂടും, ശരിയല്ലേ? ഹ്യൂമൻ റിസോഴ്സ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ദ വർക്കേഴ്സ് ഇൻക്രീസ്. ദെൻ എക്കണോമിക് ഇൻഇക്വാലിറ്റി റെഡ്യൂസ്ഡ്, അതായത് നല്ല രീതിയിൽ പ്രൊഡക്ടിവിറ്റി കൂടി കഴിഞ്ഞാൽ വർക്കേഴ്സിന് നല്ല രീതിയിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഇൻകം കിട്ടും. നല്ല ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ അവർക്ക് ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആണ്, അല്ലെ? നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ എക്കണോമിക് ഇൻഇക്വാലിറ്റി നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. നാച്ചുറൽ റിസോഴ്സസ് എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയും. മേക്സ് പോസിബിൾ ദി ഡെവലപ്മെന്റ് ആൻഡ് യൂസ് ഓഫ് അഡ്വാൻസ്ഡ് ടെക്നോളജി. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയുടെ യൂസും ഡെവലപ്മെന്റും ഒക്കെ പോസിബിൾ ആക്കാൻ സാധിക്കും. സോഷ്യൽ വെൽഫെയർ നമുക്ക് ഉറപ്പുവരുത്താം. അങ്ങനെ ഫൈനലി ഓൺട്രപ്രീനർഷിപ്പ് ഇംപ്രൂവ്സ്. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഇൻ ഡെവലപ്പിംഗ് ഹ്യൂമൻ റിസോഴ്സ്. അപ്പൊ നമ്മൾ നമ്മുടെ ജോഗ്രഫിയിലെ 3ാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പൊ ഈ 3 പാർട്ടുകൾ നല്ല രീതിയിൽ കാണുക. നല്ല രീതിയിൽ കണ്ട് കണ്ടന്റ് കാണുന്നതോടൊപ്പം തന്നെ അത് പഠിച്ച് മനസ്സിലാക്കി വെക്കുക. വളരെ എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് ആണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും പഠിച്ചിരിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ അതൊന്ന് കമന്റിൽ മെൻഷൻ ചെയ്യാൻ മറക്കല്ലേ. ഒപ്പം കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സോ സീ യു ഇൻ അനദർ ഫൺ ഫിൽഡ് സെഷൻ ഓഫ് SAS EduShack. Till then, thank you and have a nice day. Bye bye.